ഗുരുദേവോ മഹേശ്വരം ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സദ്ഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സ്കന്ദായ കാർത്തികേയായ പാർവതീവല്ലഭായ മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതാദിയാവര രക്ഷ രക്ഷ മഗഭഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതാദിയാവര രക്ഷ രക്ഷ മഗഭഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. നമസ്തേ. ശ്രീ പരീക്ഷത്തിന് സർപ്പം കടിച്ചു മരിക്കാനുണ്ടായ ബ്രാഹ്മണ ശാപം, ആ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കൃഷ്ണായ വാസുദേവായ. ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോട്, എങ്ങനെ സുഖൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവൻ ആത്മജ്ഞാനങ്ങളുമോ ഉപദേശിച്ചതും അന്യോന്യഭക്ത്യാ ഭഗവത് കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽക എന്നതു കേട്ട നേരം വന്ദിച്ച് ശൂനകജനോട് സൂതനും ചൊന്നാൻ, മന്നവൻ അഭിമന്യുനന്ദനൻ രാജ്യം പാലിച്ചുന്നത ഭക്ത്യാം രാജധർമ്മേണ വാഴുങ്കാലം ചെന്നിതു വയസ്സ് 66 സംവത്സരം. അന്നൊരു ദിനം നായാട്ടിനു പോയി വനം പുക്കാൻ മധ്യാഹ്ന തപമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടൊരു ജിഘയോടവനീശൻ സൽക്കാരപൂർവം നമുക്കൊരുപോൽ കുറഞ്ഞോര് പുഷ്കരം താരൂപതന്നന്വേഷിച്ചിടുന്നേരം കണ്ടിതങ്ങടുത്തൊരു താപസാശ്രമം തത്ര. കുണ്ഠത ഒഴിഞ്ഞ് അതിലുണ്ടൊരു തപോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു. താനേ തന്നെയും വേഗമോട് അവൻ മുന്നിൽ ചെന്നു ചോദിച്ചാൻ നൃപൻ, ആരുള്ളത് ഇവിടെ ഇങ്ങാരിതൊന്നിരിക്കുന്നു? താരാനും കുറഞ്ഞോര് വാരി നൽകുവാനുണ്ടോ?
കേവലം നരവരീവണ്ണം ചോദിച്ചതു താപസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കയാൽ കേട്ടതില്ല. അതു തന്നെ ധിക്കരിക്കയാൽ അത്രയും കൂട്ടാക്കായ്വ തിന്നെന്നോർത്തുടൻ നോക്കും നേരം മുമ്പിലങ്ങ് അവിടെ കാണാകിയ മൃതസർപ്പം വില്ലുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടിനാൻ. താപസനതും ചുമന്നിരിക്കുന്നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാസാകം രാജധാനിക്ക് നടന്നാൻ. അതു കണ്ടാൻ കൃഷ്ണനെന്ന മാമുനിസുതൻ ലോകേശാജ്ഞയ നാഗമ്മേവിന സമീകജനാകിയ സഖിയോട് ചൊല്ലിനാൻ പരിഹാസാൽ. താതാവൃത്താന്തം കേട്ടു ശൃംഗിയും കോപാതിട്ടു രാധനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതി. സാധുവാളനത്തിന് ഉന്നമേ വിധിച്ചോരു മേദിനീപതി കുലയാതനാ നൃപാധവൻ ബോധമെന്നിയെ മമതാതനോടി ചെയ്ത അപരാധ കാരണം ഇന്നേക്കേഴാം നാൾ അകീന്ദ്രനാം തൊറ്റകൻ കടിച്ചുടനെത്തുക മരണമെന്ന് അക്ഷണം ശപിച്ചു ചെന്ന് അച്ഛനെ വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാഗോദര ഗുണവം ചെറ്റഴുക്കു പുരളാതെ എടുത്ത് കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ സമീകനും സാമചറ്റുർഭ്യാമിഴിച്ചുടനെ നോക്കും നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു. സംഭ്രമിച്ചാത്മജനെ കണ്ട് എന്തിതെന്നനുക്ഷണം ചോദിച്ചു പിതാവിനോട്. ഉണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോടുര ചെയ്താൻ. നീ പരമാർത്ഥഗ്രാഹിയല്ലെന്ന് വന്നിതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങളും ഉണ്ടായി വരും. സാധുക്കളവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ചു ശപിക്കുകയെന്നത് ആചാരമല്ലിവണ്ണം ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവത് പ്രസാദവും നമുക്കില്ല എന്നല്ലല്ലി വരുന്നു. പുനരാതുകൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ടു നമസ്കാരം. എപ്പോഴും നാഥ വിരിഞ്ഞി വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരഞ്ഞു. ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായി അരുളി ചെയ്തിടിനാൻ. ഇളച്ചിടരുത്, ഞാൻ പറയുന്നതു കേൾ നീ. തെരിക്കെന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കുന്ന നൃപനോട് ഈ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം. നരവരം ധരിക്കും വണ്ണം എന്നങ്ങ് അയച്ചൊരളവ് അവൻ സൂരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരമ്പുക്ക്. നാരാശ്രേഷ്ഠനെ കണ്ണുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ച അളവ് അവൻ തന്നെത്താൻ സമ്മാനിച്ചങ്ങിരുത്തി നമസ്കരിച്ചൊരു വൃദ്ധ്യർത്ഥം ചൊന്നാൻ. മുന്നമേ മരിച്ചിരിപ്പോര് ഞാൻ ജഗന്നാഥൻ തന്റെ അനുഗ്രഹത്തിനാ ജീവിച്ചൻ ഇത്രനാളും. ഇന്നിനി മതിയതെന്ന് എന്നോട് പരമാത്മാ തന്നോട് നിയോഗത്താൽ എന്തു സങ്കടം മുനി. നന്നതു മരണമുണ്ട് ഇന്ന നാളിനി നിനക്കെന്നതാ മഹാത്മാവിനോടിങ്ങറിയിപ്പാൻ. തന്നുള്ളിൽ ഉദിച്ചതും ഈശ്വരാധീനം നമുക്ക് എന്നിരിക്കലും അതിനൊന്നു ചെയ്യണം ഭവാൻ. ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിന് അടിയെന്നു മേലിൽ നല്ലതു വരും വണ്ണം ഖിന്നത ഒഴിഞ്ഞ് അനുഗ്രഹിപ്പാൻ ഉണർത്തിക്കയെന്ന അന്യൂനാദരം മുനുശിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം ക്ഷമാ നമസ്കാരാഭ്യാർച്ചന ആനന്ദ സാധനങ്ങൾ കൊണ്ട് അന്യൂനാദര ഭക്ത്യാ തന്നെയും പരനെയും ഒന്നായി കണ്ടവനീശൻ പിന്നെയും നമസ്കരിച്ച് അഞ്ജലിഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ചനന്തരം മന്ദമെന്നിയെ മനകർണികാഗ്രാന്തർഭാഗെ തന്നുള്ളിൽ സകല ആത്മാ തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്തിയ രാജ ഐശ്വര്യാദി സമസ്തവും പുത്രങ്ങൾ സമർപ്പിച്ചങ്ങേഷണത്രയങ്ങളും
നിത്യരാഗാദികളും ദിക്വാഭി സവിദ്രുതം വിഗ്രഹമാത്രം പരിഗ്രഹിച്ചു. സംഘങ്ങൾ തന്നുൾക്കാമ്പിലൊന്നെങ്കിലും കൂടാതെ നിരന്തരം തച്ചകൻ വന്നു ദംശിച്ചിടായ്വാനാകും വണ്ണം രക്ഷകൾ സിദ്ധൌഷധ മന്ത്രയന്ത്രാദ്യങ്ങളാൽ ദക്ഷിണെ ചെയ്യിപ്പിച്ചു. ജാങ്കുലികാഢ്യന്മാരാം ഇക്ഷതിസുരന്മാരോടൊത്തുടൻ പിരിയാത തക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും അത്യനഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസാദ്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്നാനന്ദചിത്തനായി തുടങ്ങിനാൻ മേന്മേൽ. തച്ചകൻ തമ്മെ വിളിപ്പിച്ചുകൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറിപ്പിച്ചതിലഘുതരം ഗംഗയിൽ ഏകസ്തംഭാഗ്രത്തിങ്കദൂരാരോഗ മംഗളപ്രസാദവും തീർപ്പിച്ചു സമാപ്തിയാ ധർമ്മകർമാദികളും ചെയ്യിച്ചു. ദാനങ്ങളും നിർമ്മലം ചെയ്തു ശുദ്ധ്യ സർവ ആശീർവാദത്തോടും ചെന്നതിൻ മുകൾ മധ്യേ ബുക്ക് ദർഭകൾ വിരിച്ചു. ഉന്നതന അനസനം ദിട്ടിച്ചങ്ങുദീജിയെ നോക്കി വാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്നു. കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രരും ശീക്രമങ്ങുടൻ വന്നു വാർത്തിവൻ തന്നെ കണ്ടു. വാക്യുമുൾത്താപം പൂണ്ട് സംഭാവിച്ചതു നേരം ഗോത്രജിൽ സുധാത്മജനന്ദനമർകളെ നേത്രഗോചരന്മാരായ യുദ്ധായ നമസ്കൃത്വാദ്യാർഗ്യാസനാദികൾ കൊണ്ട് പൂജിച്ചു വന്ദിച്ച് ആസ്തയ സൽക്കാരം ചെയ്ത് ഇരുത്തിയിരുന്നുടൻ കാർത്തികേയോപ മെല്ലവേ ചൊല്ലിയിടിന. ആർത്തനായി ചമഞ്ഞു നിന്ന് ഞാൻ ഇങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചങ്ങു പോരുമ്പോൾ എന്തൊന്നില്ലാതായ സംഭ്രമം കൊണ്ട് ഭൂദേവ കോപത്താല ശാപവും എനിക്കേറ്റിതേഴാം നാൾ മരണം പോലെ ആപൽക്കാര കാരണം ഹരേ ശാപവും എനിക്ക് ഏറ്റിതേഴാം നാൾ മരണം പോലെ ആവൽ കാരണം അതും ഈശ്വര മതമല്ലോ ഖേദമില്ലെനിക്ക് ഇനി ഏതുമേയു അമ്മമ മോദമാർന്ന് അനുഗ്രഹിച്ചിടുകൾ വഴി പോലെ കേവലം അല്ലെങ്കിൽ ഇന്നില്ല ആരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും. ഭൂമിപനേവം നമസ്കാരേണ ചൊല്ലിയിടുമ്പോൾ മുനിമാരും തിജന്മാരും എല്ലാരും തമ്മിൽ ചൊല്ലിനാൻ ഒരുമിച്ചു ചിന്തിച്ചു നിരന്തരം. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേനെ ബഹുമാനിച്ചു പോരും. നൃപനല്ലൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം. താൻ അറിയാതെ ചെറിയൊരപരാധം ചെയ്തു. മാനവേന്ദ്രനെ ക്രോധിച്ച് അങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്തമ ശാപം തടുക്കാമല്ലെങ്കിലും മേദിനിമതിയോട് ചേർന്നു നാം പിരിയാതെ വാസം ചെയ്യണം. 7 വാസരം കഴിവോളം വാസുദേവനെ സേവിച്ച് എല്ലാരും കൂടെ തന്നെ സാദരമേവം പ്രവചിച്ചവരൊരുമിച്ച് മാധവരാധം സംഭാവിച്ചിരുന്നിടും നേരം പ്രീതനായി അവനീശൻ താപസകുലവരവ്രാതവന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിയിടിനാൻ. ഇക്കാണാകിയ ഭവാന്മാരിൽ വെച്ച് ഏകം തെളിഞ്ഞ് ഉൾക്കാമ്പിലുടൻ പ്രസാദിക്കിലിന്നിപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയില്ലേതും. ഇങ്ങനെയുള്ളവരെല്ലാം ചിത്തകാരുണ്യം കലർന്നിന്നിൽ വാത്സല്യം വളർന്ന് ഒത്ത അഭിയുക്തന്മാരായി ഇങ്ങനെ വസിക്കയാൽ മർത്യജന്മത്തിൻ ബലം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ഉത്തമ ശ്ലോകൻ പദയുക്തമാശ്രയം വിഭോ. നിങ്ങൾ എനിക്കിനി മൃത്യുകാലത്തിങ്കൾ ഞാൻ എങ്ങനെ വേണ്ടു പുനരെന്ന് അരുൾ ചെയ്തിടണം. മംഗളകരമായി കൈവല്യം വരുത്തുവാൻ എളുതായുള്ളത് എന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ. ഇങ്ങനെ സാർവഭൗമനാകിയ നൃപവരൻ
ഭഗവൽ ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞോര് ഭഗവൽ ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാൻ എളുതായത് എന്തുള്ളതെന്ന് അവരവരരിയ വേദാന്ത ശാസ്ത്രാദികൾ പലതിലും നല്ലതേതെന്നു ചൊല്ലിക്കൊടുപ്പാനരുതാഞ്ഞു വല്ലാതെ വലഞ്ഞെല്ലാവരും ഇരിക്കുമ്പോൾ ചൊല്ലഴും പൗരാണികാചാര്യ നന്ദനനായ കല്യാണാലയൻ കരുണാബുധി തപോനിധി തുല്യചേതസാ സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലന്യേ പെരുമാറിന ദിഗംബരൻ ഗർഭസ്ഥനായെന്നേ താൻ മുക്തനായുളവായ മുക്തമോഹന രമണീയ സുന്ദര രൂപൻ പുത്രനെ വിളിച്ച് അളവച്ചനുചരാചരെ ഒത്തൊരുമിച്ചു ചേർന്നൊന്നായി വിളി കേൾക്കുന്നവൻ സ്വസ്ഥനായി നരേന്ദ്ര വൃത്താന്തങ്ങൾ അറിഞ്ഞുടൻ ഉത്തമ ശ്ലോകൻ നിയോഗത്തിനാൽ അതുകാലം ശ്രീ സുഗമകാമുനിതാനദി മന്ദം മന്ദം ആശുശൂക്ഷണി ദേവന ആശകൾ മിന്നും വണ്ണം ഭൂപതി തന്മെ കാൺമാനായി അവതാരം ചെയ്താൻ താപസന്മാരും കാടു വിസ്മയിച്ചനുക്ഷണം പ്രത്യുദാനാദ്യാചാര പൂജാവന്ദനങ്ങളും കൃത്വാ തൽസഭാരംഗേ നൽകിനാർ മാന്യസ്ഥാനം വൃത്തിസന്താനം കണ്ടു വന്ദിച്ചു സസംഭ്രമമുദ്ധായ നമസ്കരിച്ച് അഞ്ജലിബദ്ധത്തോടും ഭക്തൈവ പാദ്യാർഘ്യാദി കൊണ്ട് പൂജിച്ചങ്ങോരും ഭദ്രപീഠത്തിലമ്മാറിരുത്തിയധോജിതം സത്വരം നരവാരേന്ദ്രോത്തമനായ ഭഗവാൻ ഉത്തമാസനെ വസിക്കുന്നതോ മുനീന്ദ്രനും സ്വച്ഛമായി അരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്ര ഭൂനിർജരാദികളെയും അച്യുതാത്മനാ തന്നെ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നേ പോലെ വിശ്വാസഭക്യാമുകുരെന്ന് അരുൾ ചെയ്ത നേരം സൽക്കാരം പരിഗ്രഹിച്ച് ഉൾക്കാമ്പു തെളിഞ്ഞുടൻ ഒക്കെ എല്ലാരും ഇരുന്നിടിനാനന്തരം മുക്തകാസവം പൂണ്ട് മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനം തന്നെ സംഭാവിത്തരുൾ ചെയ്തിടിനാൻ ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരങ്ങിരുന്ന അലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരും എല്ലാവർക്കും സർവജ്ഞനായ മുനീന്ദ്രോത്തമൻ അരുൾ ചെയ്താൽ സർവസമ്മതം വരുമില്ല സംശയമേതും ദിവ്യസമ്മാദം കലിയുഗത്തിൻ ഇനിമേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ളൊന്നല്ലോ കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം ചോദ്യം ചെയ്താലും ഭവാൻ എന്നെല്ലാം അകം തെളിഞ്ഞ് ആസ്തയാ മുകുർമുകുറാജ്ഞാപിച്ചതു നേരം പാർത്ഥിവന്താനം നമസ്കാരം ചെയ്ത് ആംനായ വ്യാസാത്മജപാദാന്തികെ പാർത്തുപേർത്തെഴുന്നുടൻ സ്വേച്ഛയാ വിനീതനായി അഞ്ജലികസ്തത്തോടെ വാഗ്മിയാ നൃപൻ മധുരാക്ഷരവാചൊന്നാൻ ഹരേ നിൻ തിരുവടി തുലോം അധനാമടിയനേ സന്തതമനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ട് ഇപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞെഴുന്നള്ളിയ മൂലമന്തരാ സഫലമായി വന്നിതു മമ ജന്മം നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിൽ എത്തുകിൽ ഇതിന്മീതെ മാറ്റിക ലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യ വർധനമെന്തൊന്നുള്ളു അത്യന്തം അതിനനുഗ്രഹിക്കണമേ വിഭോ സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം കേവലം ദർശിക്ക മാത്രത്താലെ സാധുക്കളെ പാവനമായിടുന്നു പാതകീയങ്ങളും
ആകയാലവമാനമിങ്ങനിക്കകതാരിൽ ഏകതാ ഭവിക്കരുതാരിലുമൊരിക്കലും. ഭൂദേവാദ്യാഗ്ല സാധുക്കളിൽ വിശേഷിച്ചും ആദരാൽ അതിശയ ഭക്തിയുമുണ്ടാകണം. നാനായോനികളിലുദ്ഭവിക്കുവിലും മമ മാനസേ ഹരിവാദ ഭക്തിയുമുണ്ടാകണം. പിന്നെ എനിക്ക് ഏറ്റ ശാപത്താൽ ഏഴാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും നൂനമല്ലോ. എന്നാലെന്ത് അപ്പോൾ പരലോകപ്രാപ്തിക്കായി ഒന്നു മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടതെന്തൊന്നെന്നും വന്ദിച്ചു പൂജിക്കേണ്ടത് ആരേ എന്നതും മുഖോരെന്നുള്ളിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെ ഞാനെന്നതും നന്നായി അനുഗ്രഹിച്ച് ആനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ചരുൾ ചെയ്യണം ദയാനിധേ. നമസ്തേ മഹാത്മനേ പരമാത്മനേ നമോ നമസ്തേ. തവ ദാസശിഷ്യോകം പ്രസീദമേ നമസ്കാരേണ മുകുർസ്തുതിച്ചീവണ്ണം. ഗുരുസമക്ഷോ സുരേന്ദ്രനെ പോലെ ഭൂപതി വീരൻ നമിച്ചു തൊഴുതു കൈണകൾ കൂപ്പിത്തള്ളേ. സുമിത്യാസിക്കാവസിച്ചിടിനാൻ സുഖാസനെ ക്രമത്താലേവം പ്രതിവാദ്യാർത്ഥം പുരാണസ്യ നിമിത്ത സംക്ഷേപാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ട് ഇവിടെ ചൊല്ലിടിനേൻ. അമർത്തേന്ദ്രനെ പോലെ വസിക്കും നൃപൻ മുൻപിൽ കൃഷ്ണ ഹരേ ഇത് ശ്രീ മഹാഭാഗവതീം മഹാപുരാണീം സൂതശൗനക സംവാദേ പ്രഥമസ്കന്ധം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരംബ്രഹ്മണേ പരമാത്മനേ പരമസൽഗുരവേ നമോ. നമോ നമോ നമാം ആ